ഇന്നത്തെ വീഡിയോയിൽ K-Smartൽ എങ്ങനെയാണ് ഒരു സ്റ്റെയർ കേസ് ക്യാബിൻ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് എടുക്കുന്നത്. ഇതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലും സ്റ്റെയർ ക്യാബിൻ മാത്രം വരുമ്പോൾ എടുക്കേണ്ട ചേഞ്ചസ് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ആ ഡ്രോയിങ് ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഇതിന് ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, അതേപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ അല്ല, ഇതിൻ്റെ ടെറസ് ഫ്ലോർ ആണ്. ഇത് സ്റ്റെയർ ക്യാബിൻ മാത്രം വരുന്ന ഒരു പോർഷനാണ് ഉള്ളത്. ഓക്കെ, അപ്പം നമ്മൾ നോർമലി എങ്ങനെയാണോ ഡ്രോയിങ് ഞാൻ ലാസ്റ്റ് വീഡിയോയിലല്ല ഇതിന് മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ കാര്യങ്ങളെല്ലാം വരച്ചിട്ടുണ്ട്. അതായത് ബിൽട്ടപ്പ് ഏരിയയുടെ ലൈൻ വരച്ചിട്ടുണ്ട്, ബിൽട്ടപ്പ് ഏരിയയുടെ ലെയർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതേ സ്റ്റെയർ കേസിൻ്റെ താഴെയുള്ള അതിൻ്റെ തന്നെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ വെക്കുന്ന അതും വരച്ചിട്ടുണ്ട്, എല്ലാം വരച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റെയർ ക്യാബിൻ വരുന്ന കേസിൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അത് ഫസ്റ്റ് ഫ്ലോർ ആയിട്ടായിരിക്കും കമ്പ്യൂട്ടർ റീഡ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ വരച്ചു. അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഹൈറ്റ്, രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ സ്റ്റെയർ ക്യാബിൻ മാത്രം വരുന്ന സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ ശ്രദ്ധിക്കുക. സിംഗിൾ ഫാമിലി മാത്രമല്ല, കൊമേഴ്ഷ്യൽ ആണെങ്കിൽ പോലും അതിൽ സ്റ്റെയർ ക്യാബിൻ മാത്രം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ഹൈറ്റിൻ്റെ കാര്യം, രണ്ട് ഈ സ്റ്റെയർ ക്യാബിൻ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു നോർമലി ചെയ്ത രീതിയിലുള്ള ഈ ഒരു പ്രോജക്റ്റ് നമുക്കൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇതൊന്ന് സേവ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് K-Smartൻ്റെ സ്ക്രൂട്ടനി ചെയ്യാനുള്ള അവിടെ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു കൊടുക്കണമെന്നേ ഉള്ളൂ. നമ്മൾ ഡ്രോയിങ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്തു, എഗ്രി ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സ്ക്രൂട്ടനി റിപ്പോർട്ട് വരുമ്പോൾ എന്താണ് ഡിഫറൻസ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇത് സ്ക്രൂട്ടനി പാസ്സാവും, കാരണം വേറെ എററുകളൊന്നുമില്ല. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ രണ്ട് കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ സ്ക്രൂട്ടനി പാസ്സായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് സ്ക്രൂട്ടനി റിപ്പോർട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ സ്ക്രൂട്ടനി റിപ്പോർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് പോയിന്റ് ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് 6.65 എന്ന് കാണാം. അതേപോലെ തന്നെ സെക്കൻഡായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇത് പ്രൊപ്പോസ്ഡ് ഏരിയയിൽ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഏരിയ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു റിപ്പോർട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ ഒരു റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തു. ഇനി നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വേണമെന്നുള്ളത് നമുക്കിതിൽ അപ്ലൈ ചെയ്യാം. ഒന്ന്, ഹൈറ്റ് ഓഫ് ദി ബിൽഡിങ്ങിൻ്റെ കേസ് പറയാം. ജസ്റ്റ് സ്റ്റെയർ ക്യാബിൻ മാത്രമാണ് വരുന്നതെങ്കിൽ നമ്മൾ റൂഫ് ടോപ്പ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യേണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ടോപ്പ് ലെവൽ തന്നെയാണ്. സ്റ്റെയർ ക്യാബിൻ മാത്രമായിട്ട് വരുന്ന കേസിലാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ലൈന് വേണ്ടത് ഇവിടെയാണ് വേണ്ടത്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ റൂഫ് ലെവൽ എന്ന് പറയുന്നത്. ഇതായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഹൈറ്റ് 3.55 ആണ് വരേണ്ടത്, ഒരിക്കലും 6.75 അല്ല. ഓക്കെ, അപ്പം ഞാനിത് സേവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹൈറ്റിൻ്റെ പ്രോബ്ലം സോൾവ് ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ കാര്യം പറഞ്ഞത് സ്റ്റെയർ ക്യാബിൻ എന്ന്, അതായത് ടെറസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടാണ് ഇത് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കാര്യം മാത്രം ചെയ്താൽ മതി. നമ്മൾ ബിൽട്ടപ്പ് ഏരിയ നമ്മളൊക്കെ നോർമലി വരയ്ക്കുന്ന രീതിയിൽ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ബിൽട്ടപ്പ് ഏരിയ ലൈനിൽ നമ്മുടെ ഫ്ലോർ ലെവൽ ഫുട് പ്രിൻ്റുമായിട്ട് ക്രോസ് ചെയ്യുന്ന അവിടെ ഈ വെർട്ടെക്സുകൾ ആഡ് ചെയ്യാൻ മറക്കരുത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇതിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇവിടെ ഒരു സ്റ്റെയർ ക്യാബിൻ്റെ ഒരു ലെയർ ഉണ്ട്. അതായത് നമ്മുടെ ലെയർ മെട്രിക്സിൽ കാണിക്കുകയാണെങ്കിൽ ഈ 16ാമത്തെ സ്റ്റെയർ ക്യാബിൻ്റെ ലെയർ നമ്മൾ ഓൾറെഡി നോർമലി ചെയ്യുന്ന രീതിയിൽ ഗ്രൗണ്ട് ഫ്ലോറിലും വെച്ചിട്ടുണ്ട്. അതേ സാധനം കോപ്പി ചെയ്ത് ഫസ്റ്റ് ഫ്ലോറിൽ വെച്ചിട്ട് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലെയറും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ലെയർ, അതായത് ആ ഒരു പോളി ലൈൻ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിനെ ഓവർലാപ്പ് ചെയ്തിട്ട് വേണം വരാൻ. അങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരച്ചാൽ മാത്രമാണ് ഇതൊരു സ്റ്റെയർ ക്യാബിനായിട്ട് കമ്പ്യൂട്ടർ റീഡ് ചെയ്യുള്ളൂ. ഞാൻ ജസ്റ്റ് അതിനെ ഓവർലാപ്പ് ചെയ്ത് വരച്ചു. ഞാനത് ജസ്റ്റ് സേവ് ചെയ്തു. വീണ്ടും നമുക്കിവിടെ കൊണ്ടുപോയിട്ട് ഈ ഫയല് സ്ക്രൂട്ടനിക്ക് ഇടാം. സബ്മിറ്റ് ചെയ്തു. സ്ക്രൂട്ടനി ചെയ്ത സമയത്ത് ഇപ്പോഴും EDCS സ്ക്രൂട്ടനി ഈസ് അക്സെപ്റ്റഡ് എന്ന് വന്നു. നമ്മൾ സ്ക്രൂട്ടനി റിപ്പോർട്ട് എടുക്കുകയാണ്. സ്ക്രൂട്ടനി റിപ്പോർട്ട് നോക്കുന്ന സമയത്ത്
നമ്മൾ നേരത്തെ പറഞ്ഞത് ഹൈറ്റ് ഓഫ് ദ ബിൽഡിങ്ങിൻ്റെ കേസ്, ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുന്നത് 3.55 ആയിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ നോക്കൂ, ഫ്ലോർ ഡീറ്റെയിൽസിൽ നോക്കുമ്പോൾ ഗ്രൗണ്ട് എന്നും ടെറസ് എന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏരിയയൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇതൊരു ഫസ്റ്റ് ഫ്ലോർ ആയിട്ടാണ് അത് കൺസിഡർ ചെയ്തത്. ആക്ച്വലി അത് ഫസ്റ്റ് ഫ്ലോർ ആയിട്ടല്ല നമുക്ക് കാണേണ്ടത്, ജസ്റ്റ് അതായത് സ്റ്റെയർ ക്യാബിൻ മാത്രം വരുന്നതുകൊണ്ട് അതൊരു ടെറസ് ഫ്ലോർ ആയിട്ടായിരിക്കണം കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിക്ക് വേണം ആ സ്റ്റെയർ ക്യാബിൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഡൗട്ടുകൾ ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഇത് ഏത് ബിൽഡിംഗ് ആണെങ്കിലും ഇതുപോലെ ആയിരിക്കണം സ്റ്റെയർ ക്യാബിൻ മാർക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.